കോട്ടയം പാമ്പാടി പഞ്ചായത്തിലെ UDF സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളി. 9ാം വാർഡിൽ മത്സരിക്കുന്ന രമണി മത്തായിയുടെ പത്രികയാണ് തള്ളിയത്. മുൻപ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച കണക്ക് നൽകാത്തതിനെ തുടർന്നാണ് ഇത് തള്ളിയത്. ടോബി ജോൺസൺ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന്. ടോബി, ഇത്തരത്തിൽ കണക്ക് നൽകിയില്ലെങ്കിൽ സ്വാഭാവികമായും അവർ അയോഗ്യരാക്കപ്പെടുമല്ലോ. ഇതൊന്നും അറിയാതെയാണോ പത്രിക നൽകിയത് ടോബി? തീർച്ചയായിട്ടും ഇക്കാര്യങ്ങൾ കൃത്യമായി അവർക്കൊരു ധാരണയില്ലായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇവർ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കാൻ വേണ്ടി നാമനിർദ്ദേശ പത്രിക നൽകിയത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 9ാം വാർഡിലാണ് ഇവർ മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക നൽകിയത്. ഇന്ന് സൂക്ഷ്മ പരിശോധന ഉണ്ടായിരുന്നു. ഈ സൂക്ഷ്മ പരിശോധനയിലാണ് ഇതിന്റെ കണക്കുകൾ, മുൻപ് തെരഞ്ഞെടുപ്പിൽ ഇവർ മത്സരിച്ചിരുന്നു, അപ്പോൾ അതിന്റെ കണക്കുകൾ ഹാജരാക്കാൻ പറഞ്ഞത്. എന്നാൽ കൃത്യമായിട്ടുള്ള കണക്കുകൾ ഹാജരാക്കാൻ ഇവർക്ക് സാധിച്ചില്ല. തുടർന്നാണ് രമണിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയിരിക്കുന്നത്. സമാനമായ രീതിയിലുള്ള സംഭവങ്ങൾ മറ്റ് എവിടെയും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ വരും മണിക്കൂറുകളിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ ഒരു നാമനിർദ്ദേശ പത്രിക മാറ്റിവെച്ചിട്ടുണ്ട്. അത് കുറവിലങ്ങാട് ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രികയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അത് തിങ്കളാഴ്ച പരിഗണിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ശരി, ടോബി ജോൺസണാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.